അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്ലിറ്റ് തയ്ക്കുന്നത്. ചുരിദാറിൽ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കാണ് ഈ സ്ലിറ്റിൻ്റെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഇതേപോലെ തയ്ക്കണം. ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. 1 ഇഞ്ച് വീതി ഇട്ടതിന് ശേഷം ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തതാണിത്. കണ്ട, ഇതേമാതിരി നല്ല ആ മടക്ക് അതേമാതിരി കിട്ടും. നിങ്ങൾ പേടിക്കുകയേ വേണ്ട. ഇതേമാതിരി എന്നിട്ട് ആ സ്ലിറ്റിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങണം. നമ്മൾ തയ്ച്ച് നിർത്തിയത് എവിടാണോ ആ ഭാഗത്ത് നിന്ന് തുടങ്ങണം. വേണ്ട, ആ ഭാഗത്തുനിന്ന് മുകളിൽ നിന്ന് താഴോട്ട് കൊടുക്കണം. അപ്പം ചുളുക്കമില്ലാതെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേമാതിരി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക. നിങ്ങളുടെ സ്ലിറ്റ് ഒരു കുഴപ്പവും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് വരും. ഇതേമാതിരി തയ്ച്ച് ആദ്യം അയൺ ചെയ്ത് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ഉരുവുന്ന തുണിയാണെങ്കിൽ ഒന്നും പറയരുത്. പിന്നെ ഇത് ഇച്ചിരി ശകലം കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ അതിനനുസരിച്ച് പേപ്പർ ഇട്ട് വേണം ഉരുവുന്ന തുണി ഇച്ചിരി ചൂട് കൂട്ടിയിട്ട് തയ്ക്കുക. അല്ലാതെ നേരിട്ട് തുണിയിൽ തയ്ക്കരുത്. ന്യൂസ് പേപ്പർ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് സ്ലിറ്റ് ചെയ്താണ്ട് ഇത് കണ്ട മടക്ക് കണ്ട, ആ മടക്ക് വെച്ച് നമുക്ക് അങ്ങോട്ട് തയ്ക്കാം. കണ്ട മടക്ക്, ആ മടക്ക് വെച്ച് തയ്ച്ച് കൊടുത്താൽ മതി. അകത്തോട്ട് മടക്കി 1/2 ഇഞ്ച് അകത്തോട്ടും 1/2 ഇഞ്ച് വെളിയിലും ഇതേമാതിരി അങ്ങ് തയ്ച്ച് കൊടുക്കണം. താഴോട്ട് തയ്ച്ച് കൊടുക്കണം. ഇനി പേടിക്കേ വേണ്ട, സ്ലിറ്റ് തയ്ക്കാം. പല വിധത്തിലുള്ള ഇതുണ്ട്. അല്ലാതെ ഓരോ ഇഞ്ച് കൂട്ടി യോജിപ്പിക്കും തയ്ക്കാം. ഇത് അയൺ ചെയ്ത് കൊടുത്താൽ മതി. കൂട്ടി യോജിപ്പിട്ട് പിന്നെ തയ്യലടിക്കാൻ നിൽക്കേണ്ട. ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചതിന് ശേഷം അഴിച്ച് അയൺ ചെയ്തിട്ട് പിന്നെ തയ്ക്കുന്നത്. വേണ്ട, ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി അടുത്ത ഭാഗം എടുക്കാം. മറ്റേ ഭാഗം എടുത്തിട്ട് ആ ഭാഗവും ഞാൻ തേച്ച് വെച്ചേക്കുക. അതാണ്ട മടക്ക് അതേമാതിരി മടക്ക് വെച്ചേക്കുന്നതാണ്ട. മടങ്ങി അങ്ങനെ ഇരുന്നോളും. കണ്ട, മടക്ക് വെച്ച് അങ്ങോട്ട് നമുക്ക് തയ്ക്കാം. ഇനി അകത്തോട്ട് മടക്കി കൊടുക്കാം. എളുപ്പമാണ്, എളുപ്പ വഴിയാണ്. ഇതേമാതിരി തന്നെ 2 ഭാഗം അപ്പുറവും ഇപ്പുറവും വലത് ഭാഗവും ഇടത് ഭാഗത്ത് സ്ലിറ്റ് ഇതേമാതിരി തയ്ക്കാം. അല്ല, ഒരു സൈഡാണ് തയ്ക്കുന്നത്, മറ്റേ ഭാഗവും ഇതേമാതിരി തയ്ക്കാം. ഇനി ഇത് താഴേന്ന് മുകളിലോട്ട് വരുവാണ്. മുകളിലോട്ട് വന്ന് ആദ്യം തയ്ച്ചെടുത്ത് കൊണ്ടുവന്ന് നിർത്തണം. ഉണ്ട്, ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വരുമ്പോൾ ചുളുക്കമില്ല. നമ്മളൊന്ന് പിന്നെ ഒന്ന് ആ ചുരിദാറിൻ്റെ പീസ് ഒന്ന് നിവർത്തി ഇട്ട് കൊടുക്കണം. ഇവിടെ ഈ ഭാഗം വരുമ്പോൾ ആ സ്ലിറ്റിൻ്റെ തയ്യൽ വരുന്ന ഭാഗത്ത് കൂട്ടി യോജിപ്പിച്ച ഭാഗം ഉണ്ട്. എന്നിട്ട് സൂചി കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കണം. എടുത്തിട്ട് അത് നല്ലതുപോലെ മടക്കിയതിന് ശേഷം അവിടെ ഒന്ന് പ്രസ് ചെയ്യണം. അടിഭാഗത്തൊക്കെ ചുളുക്കം ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം തയ്ക്കാൻ. ഉണ്ട്, ഇങ്ങനെ ഇതേമാതിരി എടുക്കണം. ആദ്യം തയ്ച്ച നൂലൊന്ന് കട്ട് ചെയ്ത് കളയാം. സമാധാനത്തിലേ ഈ സ്ലിറ്റ് തയ്ക്കാവൂ. ഇവിടെ കൊണ്ട് ചെന്ന് ലാസ്റ്റ് നിർത്തിയിട്ട് നമുക്ക് നൂല് കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തീർന്ന്. ഇനി നമുക്ക് വേണ്ട നല്ല പെർഫെക്റ്റായിട്ട് 2 സൈഡ് നല്ലതുപോലെ കിട്ടും. ഇനി തിരിച്ചിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മുകളിൽ കൊണ്ടുവരുമ്പോഴും കുത്തി നിർത്തിക്കൊണ്ട് എടുക്കണം. കണ്ട, അവിടെ ഒരു ചുളുക്കവും ഇല്ലാതെ വന്ന കണ്ട. അതേമാതിരി തന്നെ നമുക്ക് സൂചി കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കാം. ഇത് ബിഗിനേഴ്സിനാണ്, ആദ്യമായിട്ട് ചുരിദാർ തയ്ക്കാൻ വരുന്നവർക്കുള്ളതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമെന്ന് പറയും. ഇതേമാതിരി തേച്ചിട്ടൊന്ന് തയ്ച്ച് നോക്കിക്കേ. ഇനി അപ്പുറത്തെ സൈഡും തയ്ച്ച് മടക്കിയും കൂടെ തയ്ക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. കണ്ട കണ്ട അടിപൊളിയായിട്ട് 2 ഭാഗവും നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടെ തയ്ക്കുക. ഞാൻ തയ്ച്ചിട്ട് തിരിച്ചിട്ട് പതിച്ച് തയ്ക്കാം. അതാണ്ട കണ്ട, മൊത്തം തയ്ച്ച് തീർന്ന് അടിഭാഗവും തയ്ച്ച്
ദാ ഇപ്പുറത്തെ സൈഡും ദാ ഇത് കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. 2 സൈഡ് ദാ ഇപ്പുറത്തെ സൈഡാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.